ഡിസൈൻ എ octal to binary encoder circuit using OR gate. octal to binary encoder എന്ന് പറഞ്ഞു കഴിഞ്ഞാല് octal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം 8 ആണെന്ന് അല്ലെ. അപ്പൊ octal to binary encoder എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ലൈൻ ടു 3 ലൈൻ എൻകോഡർ ആണ്. അതായത് 8 ഇൻപുട്ട് ലൈനിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു 3 ബിറ്റ് ഔട്ട്പുട്ട് കോഡിനെ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഏത് ഇൻപുട്ട് ആണോ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കോഡ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒക്ടൽ ഇൻപുട്സ് എന്ന് പറയുന്നത് നമ്മൾ D0, D1, D2, D3, D4, D5, D6, D7. ഓക്കെ, ഒക്ടൽ ഇൻപുട്സ് 8 ഇൻപുട്സ് നമ്മൾ എഴുതി. ഇനി കറസ്പോണ്ടിങ് അതിന്റെ ബൈനറി ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അതായത് ഇപ്പൊ A2, A1, A0. ഇപ്പൊ D0ന്റെ കറസ്പോണ്ടിങ് എന്താണ്? ബൈനറി വാല്യൂ 000. ഇനി ഇത് ഡിജിറ്റ് എന്താണ്? 1ന് തുല്യാണ്. അപ്പൊ എന്താണ്? 001. ഇതാണെങ്കിൽ 010. ഇത് 011. ഇത് 100. ഇത് 101. 110. 111. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്ത് ആ 3 ബിറ്റ് ഔട്ട്പുട്ട് കോഡ് ഉണ്ടാവുന്നത്. കറസ്പോണ്ടിങ് ഇപ്പൊ ഈ D0 1 ആയിരിക്കുന്ന സമയത്താണ് എന്ത് 000 കിട്ടുക. ഇനി D1 1 ആയിരിക്കുമ്പോ എന്താവും? 001 കിട്ടും. D2 1 ആയിരിക്കുമ്പോ എന്താവും? 010. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എക്സ്പ്രഷൻ എഴുതിക്കൂടെ? A2 is equal to A2 എപ്പോഴൊക്കെ 1 ആവുന്നത്? D4 1 ആകുമ്പോ D5, D6, D7. 8 എന്താണ്? A2 is equal to D4 plus D5 plus D6 plus D7 ആണ്. ഓക്കെ, ഇനി A1 ഈക്വൽ ടു എപ്പോഴാണ് 1 ആവുന്നത്? D2 1 ആവുന്നുണ്ട്, D3 D6, D7. അപ്പൊ D2 പ്ലസ് D3 പ്ലസ് D6 പ്ലസ് D7. ഓക്കെ, ഇനി A0 is equal to എപ്പോഴൊക്കെയാണ്? D1 1 ആണ്, D3 1 ആണ്, D5 1 ആണ്, അതുപോലെ തന്നെ D7 1 ആണ്. ഇത് അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ എക്സ്പ്രഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡയഗ്രം വരച്ചുകൂടെ? ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം D0 ശരിക്കും ഒന്നിലും എന്ത് ചെയ്യില്ല, വരുന്നില്ല. അതുകൊണ്ട് D0 ശരിക്കും ഡോൺ കെയർ ആണ് നമുക്ക് വരുന്നത്. ആ ഇൻപുട്ട് എന്തായാലും കുഴപ്പമില്ല എന്നുള്ള ഒരു എക്സ്പ്രഷൻ A2, A1, A0 വെച്ചിട്ട് നമുക്ക് വരുമ്പോ എന്താവണില്ല, D0 കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ഇതിന്റെ സർക്യൂട്ട്സ് വരയ്ക്കാം. അപ്പൊ നമുക്ക് ഇൻപുട്സ് D1, D2, D0, D3, D4, D5, D6, D7. ഓക്കെ, ഇപ്പൊ നമ്മളുടെ A2 എന്തായിരുന്നു? D4 തൊട്ടിട്ട് D7 വരെയുള്ളത് ആഡ് ചെയ്യുന്നത്. D4, D5, D6, D7. ഇതൊക്കെ ഓർ ചെയ്യാം. ഇപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? A2 കിട്ടുന്നത്. അങ്ങനെ ഒരു ഡാർക്ക് ബബിൾ വരച്ചോളൂ, കാരണം ഇതിൽ നിന്നാണ് ആ കണക്ഷൻ കാണിക്കുക. ഇനി A1 ആണെങ്കിൽ എന്തായിരുന്നു? D2, D3, D6, D7. D3, D2, D6, D7. ഡോർ ചെയ്തതാണ് എന്ത്? ഇങ്ങനെ A1 എന്ന് പറയുന്നത്. അടുത്തത് A0 എന്താണ്? D1, D3, D5, D7. D1, D3, D5, D7. ഓക്കെ, ഇതൊക്കെ ഓർ വരച്ചിട്ട് A0. ഇത്രയല്ലേ ഉള്ളൂ.